പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഐ രംഗത്ത്. മുഖ്യമന്ത്രി അടക്കം മുഴുവൻ മന്ത്രിമാരും മാറണം, ആർക്കും ഇനി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ലെന്നും സിപിഐ ജില്ലാ കൌൺസിൽ യോഗത്തിൽ രൂക്ഷ വിമർശനം. പുതിയ മുഖങ്ങൾ വരണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന ജില്ലാ കൌൺസിൽ യോഗത്തിലാണ് സർക്കാരിനെതിരെയും മന്ത്രിമാർക്കെതിരെയും അംഗങ്ങൾ ആഞ്ഞടിച്ചത്. ധനകാര്യ വകുപ്പ് സമ്പൂർണ്ണ പരാജയമാണെന്നും മന്ത്രിയെ പടിയടച്ച് പിണ്ടം വെക്കണമെന്നും സിപിഐ. മന്ത്രിമാർ ഒന്നിനും കൊള്ളാത്തവരാണെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ ആഞ്ഞടിച്ചു. മുഖ്യമന്ത്രിയുടെ മുഖത്തു നോക്കി സംസാരിക്കാൻ മന്ത്രിമാർക്ക് ധൈര്യമില്ല. വേദികളിൽ ഇരുന്ന് മുഖ്യമന്ത്രിയെ പുകഴ്ത്തുകയാണ് മന്ത്രിമാരുടെ പ്രധാന പണി. സപ്ലൈകോയെ നോക്കുകുത്തിയാക്കിയതിനെതിരെയും യോഗത്തിൽ അംഗങ്ങൾ പൊട്ടിത്തെറിച്ചു. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്നായി വിലയിരുത്തപ്പെട്ടത് സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ ദൗർലഭ്യമായിരുന്നു. കൺസ്യൂമർ ഫെഡിന് ആവശ്യത്തിന് പണം നൽകി കൈയിട്ട് വാരാനാണ് ശ്രമിച്ചതെന്ന് സിപിഎമ്മിനെതിരെ വിമർശനമുണ്ടായി. തൃശൂരിൽ ഇടതുമുന്നണിയുടെ പരാജയത്തിന് പിന്നിൽ പാക്കേജ് നടപ്പിലാക്കലായിരുന്നു. പ്രകാശ് ജാവദേക്കറുമായി ഉണ്ടാക്കിയ പാക്കേജ് നടപ്പാക്കുന്നതിനായി തൃശൂരിൽ പ്രത്യേക യോഗം തന്നെ ചേർന്നു. അതിന്റെ ഭാഗമായാണ് RSSകാരനായ പോലീസ് ഉദ്യോഗസ്ഥരെ മുൻനിർത്തി പൂരം കലക്കിയത്. അവിടെ സിപിഐ മന്ത്രിക്കും വീഴ്ചയുണ്ടായി. വോട്ട് ചോർന്നത് പാക്കേജിന്റെ ഭാഗമായാണ്. ED അന്വേഷണവും സിപിഎമ്മിന്റെ അക്കൗണ്ട് മരവിപ്പിക്കലുമെല്ലാമായി ഇതിനെ കൂട്ടി വായിക്കണം. ഡൽഹി കമ്മീഷണർ കേരളത്തിൽ വന്ന് ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയത് അറിയാതിരുന്നത് കേരള സർക്കാർ മാത്രമാണെന്നും യോഗത്തിൽ പങ്കെടുത്തവർ വിമർശനങ്ങൾ ഉയർത്തി. മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ ചെരുപ്പിന്റെ വാറഴിക്കാനുള്ള യോഗ്യത പോലും ഇപ്പോഴത്തെ ധനമന്ത്രിക്കില്ലെന്നും വിമർശനം ഉയർന്നു. സിപിഐ മന്ത്രിമാർക്കെതിരെയും പേരെടുത്തു പറഞ്ഞുകൊണ്ടുള്ള രൂക്ഷ വിമർശനം ഉയർന്നു. വള്ളി ചെരുപ്പിട്ട് നടക്കലോ അന്യന്റെ പറമ്പിലെ കാച്ചിൽ പറിക്കലോ അല്ല കൃഷിമന്ത്രിയുടെ പണി. സിവിൽ സപ്ലൈസ് മന്ത്രി സമ്പൂർണ്ണ പരാജയമാണ്. ജലസേചന വകുപ്പിൽ എന്താണ് നടക്കുന്നതെന്ന് വകുപ്പ് മന്ത്രിക്ക് യാതൊരു അറിവുമില്ല. നവീകരിക്കുന്ന റോഡുകൾ ഉടനടി വെട്ടിപ്പൊളിക്കുന്നതും ഭീമമായ വാട്ടർ ബില്ലുകൾ അടിച്ചേൽപ്പിക്കുന്നതും പൊതുജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ടെന്നും യോഗം വിലയിരുത്തി. നവകേരള സദസ്സ് ജനങ്ങളെ സർക്കാരിൽ നിന്ന് അകറ്റുന്നതിന് മാത്രമേ ഉപകരിച്ചുള്ളൂ. നൽകിയ പരാതികൾക്ക് പരിഹാരമൊന്നും ഉണ്ടായില്ല. പഞ്ചായത്തുകൾ നൽകിയ പരാതി പഞ്ചായത്തുകളിലേക്ക് തന്നെ എത്തുക മാത്രമാണ് ഉണ്ടായത്. ഉദ്യോഗസ്ഥർക്ക് പണപ്പിരിവ് നടത്തുന്നതിനും ദൂർത്തു കാട്ടാനും മാത്രമാണ് നവകേരള സദസ്സ് ഉപയോഗിച്ചതെന്ന വിലയിരുത്തലുമുണ്ടായി. ആദ്യം ചേർന്ന ജില്ലാ എക്സിക്യൂട്ടീവിലും ഇടതുഭരണത്തിനെതിരെ രൂക്ഷമായ പ്രതികരണങ്ങളുണ്ടായി. ഉച്ചയ്ക്ക് നടന്ന ജില്ലാ കൌൺസിൽ യോഗത്തിൽ അംഗങ്ങൾ ഒന്നടങ്കം മന്ത്രിമാർക്കും ഇടതു നേതൃത്വത്തിനുമെതിരെ തിരിയുകയായിരുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണ സമിതി ചെയർമാനായിരുന്ന MK കണ്ണനെതിരെയും രൂക്ഷ വിമർശനമുയർന്നു. CPM സംസ്ഥാന സമിതി അംഗവും കേരള ബാങ്ക് വൈസ് ചെയർമാനുമാണ് കണ്ണൻ. തൃശൂരിൽ CPIയുടെ VS സുനിൽകുമാർ 74,000-ലധികം വോട്ടിനാണ് സുരേഷ് ഗോപിയോട് തോറ്റത്. KV അബ്ദുൽ ഖാദറെ ചെയർമാനാക്കണമെന്ന CPIയുടെ ആവശ്യം തള്ളി കണ്ണനെ നിയമിച്ചത് CPMന്റെ ദുരുദ്ദേശത്തോടു കൂടിയുള്ള നടപടിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നിവരെ ആരോപണമുയർന്നു. അംഗങ്ങൾ ഉയർത്തിയ പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഇവയാണ്. കണ്ണന് ജില്ലയിൽ താഴെ തട്ടിലുള്ള ജനങ്ങൾക്കിടയിൽ പോലും നല്ല ബന്ധമുണ്ടെന്ന് പറഞ്ഞാണ് നിയമിച്ചത്. എന്നാൽ ഈ ബന്ധങ്ങൾ ഒന്നും ഉപയോഗപ്പെടുത്താനോ മുതലെടുക്കാനോ അദ്ദേഹത്തിന് സാധിച്ചില്ല. താഴെത്തട്ടിൽ ബന്ധമുണ്ടെന്ന CPMന്റെ വാദം വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ്. കരുവന്നൂർ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് കണ്ണന്റെ ബാങ്കിൽ ED പരിശോധന നടത്തുന്നത് മുതൽ ജനങ്ങൾക്കിടയിൽ പ്രതിച്ഛായ വളരെ മോശമാണ്. ഇക്കാര്യം മനസ്സിലാക്കിയിട്ടും ഇദ്ദേഹത്തെ ചെയർമാനാക്കിയത് എന്തുകൊണ്ടാണെന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ഇദ്ദേഹത്തിന്റെ മോശം പ്രതിച്ഛായ തെരഞ്ഞെടുപ്പിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അതിന് CPM ആണ് മറുപടി പറയേണ്ടത്. സുരേഷ് ഗോപിക്ക് അനുകൂലമായി സംസാരിച്ച കോർപ്പറേഷൻ മേയർ MK വർഗീസിനെ ഈ തലത്തിലേക്ക് കയറൂരി വിട്ടതിൽ CPIക്കും പങ്കുണ്ട്. എന്നാൽ മേയറുടെ ഇടപെടൽ കാര്യമായ വോട്ട് നഷ്ടപ്പെടലിലേക്ക് എത്തിച്ചിട്ടില്ല. ഇതിനു പുറമെയാണ് പൂരം വിവാദവും ശ്രീരാമനെ സംബന്ധിച്ച കവിതാ വിവാദവും. പാർട്ടി അനുഭാവികളുടെ ഇടയിലേക്ക് കടന്നു കയറാൻ എതിരാളികൾക്ക് ഇതൊക്കെ വഴിയൊരുക്കി. രാജാജി, മാത്യു തോമസ്, CN ജയദേവൻ എന്നിവർ ഒഴികെയുള്ള എല്ലാ അംഗങ്ങളും പങ്കെടുത്തു. സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ ഏറെ വൈകാരികമായാണ് യോഗത്തിൽ സംസാരിച്ചത്. 17 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം തിങ്കളാഴ്ചയാണ് നടന്നത്. 1 വർഷം അർഹതപ്പെട്ട മേയർ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാന ഭരണത്തിനെതിരെയും വിമർശനമുണ്ടായി. ഭരണവിരുദ്ധ വികാരം തൃശൂരിലെ തോൽവിക്കും കാരണമായതായി വിലയിരുത്തലുണ്ടായി. CPMും ഘടകകക്ഷികളും ഒന്നടങ്കം ഒരു മാറ്റത്തിനായി മുറവിളി കൂട്ടുമ്പോൾ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഉൾക്കൊണ്ടുകൊണ്ട് എന്തു മാറ്റങ്ങളാണ് സർക്കാർ വരുത്തുവാൻ പോകുന്നതെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം.